എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ SCERT സീരീസിലെ തന്നെ അടുത്ത ഭാഗമായ 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ SCERT സീരീസ് തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിലെ ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പും എന്നുള്ള 10ാം ക്ലാസ്സിലെ അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ വീണ്ടും പറയാണ്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട, ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അപ്പോൾ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ഈ അധ്യായത്തിലെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അധ്യായം 4 ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്ത് നിൽപ്പുകളും. ഇവിടെ കോളത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മൾ മുൻ വീഡിയോ കണ്ടവർക്ക് ഇതാവുമ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ്, അപ്പോൾ ഒന്നുകൂടി സുഖമായിരിക്കും. 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തക്കടുത്ത് ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു. അവരെയെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ നമ്മൾ ബംഗാൾ വിഭജനത്തിന് ശേഷം ശക്തിപ്പെട്ട സ്വദേശി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് പഞ്ചസാരയുടെ ബഹിഷ്കരണം. പഞ്ചസാര ഉപയോഗിച്ചുള്ള ചായ സൽക്കാര പാർട്ടികളൊക്കെ ബഹിഷ്കരിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഗാംഗുലിൻ്റെ മകളുടെ ഈ ഒരു കല്യാണത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ വായിച്ചു പോയാൽ മതി, ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉള്ളത് ഞാൻ പറയാപ്പം നോട്ട് ചെയ്താൽ മതി. എന്തായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? ജസ്റ്റ് നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി അധികാരം കൈയടക്കിയതിനെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ, നമ്മളതൊക്കെ ചർച്ച ചെയ്തതാണ്. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. അത് നമ്മൾ പറഞ്ഞു. ദത്താവകാശ നിരോധന നിയമവും സൈനിക സഹായ വ്യവസ്ഥയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇതും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമാണ് 1757. പിന്നീട് 1764 ബക്സർ യുദ്ധം കൂടി നടത്തിയിട്ടാണ് അവരുടെ അധീശത്വം അവരൊന്നുകൂടി ഉറപ്പിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. എന്നിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂപടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലങ്ങനെ ഭൂപടം ജസ്റ്റ് ഒന്ന് നോക്കാനാണ്. ഈ മഞ്ഞ കളറിലതാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ. ഏകദേശം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്ന ഒരു ഭരണം തന്നെയായിരുന്നു. ഇനി ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. നമ്മൾ മുൻ ചാപ്റ്ററിലൊക്കെ പറഞ്ഞതാണ്, കർഷകരായിരുന്നു ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത്. കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ഇവർ ചൂഷണം ചെയ്തത്. നികുതിയുടെ രൂപത്തിലും അതേപോലെ പിന്നെ അനാവശ്യമായ ജോലിഭാരം കൊടുത്തുമൊക്കെ കർഷകരെ നന്നായിട്ട് ചൂഷണം ചെയ്തിരുന്നു.
ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. നമ്മൾ പറഞ്ഞതാണ്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിൻ്റെ ലക്ഷ്യം. മാക്സിമം സമ്പത്ത് ഊറ്റിയെടുക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. നമ്മൾ ഓരോ നികുതി സമ്പ്രദായങ്ങളും നടപ്പിലാക്കിയെന്നും അവയ്ക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ ചാപ്റ്ററുകളിൽ ചർച്ച ചെയ്തതാണ്. ഇനി പ്രധാനപ്പെട്ട ഭൂനികുതി വ്യവസ്ഥകളും അവ നടപ്പിലാക്കിയ പ്രദേശങ്ങളൊന്ന് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. റേറ്റ് വാരി വ്യവസ്ഥയാണെങ്കിലോ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റേറ്റ് വാരി വ്യവസ്ഥ. ഈ കേരളത്തിൻ്റെ ഈ സൈഡ്, തമിഴ്നാട്, കേരളം തുടങ്ങിയ ഈ സൈഡിലാണ് റേറ്റ് വാരി നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി ബംഗാൾ, ബീഹാർ, ഒഡീഷ ആ പ്രദേശങ്ങളിലാണ്. എന്നാൽ മഹൽവാരിയോ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. മഹൽവാരി നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗുജറാത്തിൻ്റെ ആ സൈഡ് അങ്ങനെ വരും. കാശ്മീരിൻ്റെ താഴെയായിട്ടുള്ള ഗുജറാത്തിൻ്റെ ആ സൈഡ്, അതാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഭൂനികുതികളും അവ നടപ്പിലാക്കിയ സ്ഥലങ്ങളും ഏതൊക്കെയെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഈ കോളത്തിൽ തന്നതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലുള്ള ഭാഗമാണ്. അപ്പോൾ ശാശ്വത ഭൂനികുതി ബംഗാൾ, ബീഹാർ, ഒഡീഷ, റേറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ, മഹൽവാരി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ഇനി ശാശ്വത ഭൂനികുതിയുടെ സവിശേഷതകൾ. അതിനു മുമ്പ് ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയത് ആരാണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു. കോൺവാലിസ് ശാശ്വതം. കോൺവാലിസ് എന്നുള്ളത് എന്ത് ചെയ്യുക? കോൺവാലിഷ് എന്നാക്കുക. കോൺവാലിഷ എന്നാക്കിയാൽ ശാശ്വത ഭൂനികുതി കോൺവാലിസ് പ്രഭു എന്നുള്ളത് കണക്ട് ചെയ്യാം. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. അപ്പോൾ ഇത് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എങ്ങനെയൊക്കെ തെറ്റായി വരാം എന്നുള്ളത് കൂടി അനുബന്ധമായിട്ട് നോക്കി വെക്കുക. കാരണം കോപ്പി പേസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ഭാഗമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാർ ആയിരുന്നു. നമ്മൾ മുൻപ് പറഞ്ഞു, നികുതി പിടിച്ചെടുക്കാൻ വേണ്ടി ഇടനിലക്കാരായ ജമീന്ദാർമാരെ നിയമിച്ചു എന്നുള്ളത് പറഞ്ഞു. അപ്പം ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലും നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥർ ജമീന്ദാർമാർ ആയിരുന്നു. അപ്പോൾ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. അവരാ പിരിക്കുന്ന മുഴുവൻ പ്രദേശത്തുള്ള മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥർ അവരായിരുന്നു. ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി. അപ്പോൾ സ്വന്തം മണ്ണിൽ പണിയെടുക്കുന്ന യഥാർത്ഥ കർഷകർ വെറും കുടിയാന്മാരായി മാത്രമായി മാറി. കാരണം ജമീന്ദാർമാർ ഭൂമിയുടെ ഉടമകളായപ്പോൾ. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണം. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. മുൻകാലങ്ങളിൽ കർഷകർ ഉൽപ്പന്നങ്ങളാണ് നികുതിയായി നൽകിയിരുന്നതെങ്കിൽ ഇപ്രാവശ്യം പിന്നെ പണമായിട്ട് തന്നെ നികുതി നൽകണം എന്നുള്ള എനിക്ക് തൊണ്ടയ്ക്ക് സുഖമല്ല, അതുകൊണ്ടാണ് ചുമക്കുന്നത്, മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതി നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പണമായി തന്നെ നൽകണം എന്നതാക്കി. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നികുതി പിരിച്ചിരുന്നത് ജമീന്ദാർമാരാണ്. അവരെ ആ പിടിച്ചിരുന്ന ഭൂമിയുടെയൊക്കെ ഉടമകളാക്കി. അതോടെ കർഷകർ കുടിയന്മാരായി. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് വിളവിൻ്റെ 60%. ഈ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യണം. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു.
അപ്പോൾ ഇതിൽ ഈ വിളവിൻ്റെ 60% എന്നുള്ളത് വേറെ ഏതെങ്കിലും നമ്പർ കൊടുക്കും. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ കണ്ടെത്താൻ. പിന്നെ വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു എന്നുള്ളത് വിളവ് മോശമായാലും നികുതി നൽകണ്ട എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്യുക. പിന്നെ നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് നിശ്ചിത തീയതിയിൽ നികുതി ഉൽപ്പന്നമായി നൽകണം എന്ന് കൊടുക്കും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതി നൽകുന്നതെങ്കിൽ ഇപ്പോൾ പണമായി നൽകണം. അതിന് നിശ്ചിത തീയതി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. നമ്മൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയൊക്കെയെന്ന് പറഞ്ഞു? പശ്ചിമ ബംഗാൾ, ഒറീസ, ബീഹാർ എന്നീ പ്രദേശങ്ങളായിരുന്നു. ഇനി ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റേറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റേറ്റ് വാരി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കർഷകർ അഥവാ റേറ്റ്, കർഷകരെയാണ് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റേറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. അപ്പോൾ നമ്മൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഭൂമിയുടെ ഉടമസ്ഥര് കർഷകർ തന്നെയാണ്. പിന്നെ ഇടനിലക്കാരൊന്നുമില്ല, നേരിട്ട് തന്നെയായിരുന്നു നികുതി പിടിച്ചിരുന്നത്. പക്ഷേ അമിതമായ നികുതി കൊണ്ട് കർഷകർക്ക് മെച്ചങ്ങളൊന്നും ഉണ്ടായില്ല. അമിതമായ നികുതി കാരണം കർഷകർ ദാരിദ്ര്യത്തിലായി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ നിശ്ചിത നികുതി കൊടുക്കുന്നതിന് പുറമെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നികുതി നിരക്ക് അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോൾ അത് കർഷകരെ ദരിദ്രരാക്കി. പിന്നെ മഹൽവാരി വ്യവസ്ഥയാണെങ്കിലോ? മഹൽവാരി വ്യവസ്ഥയാണെങ്കിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ അഥവാ മഹൽ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചിരുന്നത്. മഹൽവാരിയിലാണെങ്കിൽ ഗ്രാമത്തെയാണ് മഹൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ഇവിടെയും തന്നെ അമിതമായ നികുതി തന്നെയായിരുന്നു പിരിച്ചിരുന്നത്. അപ്പോൾ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. അവരെ ഒരു യൂണിറ്റാക്കി, ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റാക്കിയിട്ട് മഹൽ എന്നുള്ള രീതിയിലാണ് കണക്കാക്കിയത്. അതാണ് മഹൽവാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാശ്വത ഭൂനികുതി, റേറ്റ് വാരി, മഹൽവാരി എന്നീ നികുതി വ്യവസ്ഥകളുടെ പ്രത്യേകതകൾ കണ്ടെത്തി ഡയഗ്രാം തയ്യാറാക്കുക. അതൊരു നോട്ടുകൾ ചെയ്യുമ്പോൾ ഒരു കോളാക്കിയിട്ടോ അങ്ങനെ മൂന്നും ഒരു കോള അങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി സുഖമാവും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നന്നാവും എന്ന് തോന്നുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അപ്പോൾ നിശ്ചിത തീയതിയിൽ പണമായി തന്നെ നികുതി അടക്കണം എന്നുള്ള വ്യവസ്ഥ വന്നപ്പോൾ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടായി. അപ്പോൾ അതിന് കഴിയാത്ത കർഷകർ സ്വന്തം ഭൂമിയൊക്കെ കൊള്ളപ്പലിശക്കാർക്ക് കൊടുത്തുകൊണ്ട് പലിശക്ക് പൈസ കടമെടുക്കും. പിന്നെ അത് തിരിച്ചടക്കാൻ കഴിയാത്ത കർഷകരുടെ ഭൂമിയൊക്കെ ഈ കൊള്ളപ്പലിശക്കാരുടെ കയ്യിലായി. എങ്ങനെ വന്നാലും കർഷകർക്ക് തന്നെയായിരുന്നു നഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. കർഷകരാണ് വളരെയധികം ദുരിതങ്ങൾ സഹിച്ചത്. ഇനി അടുത്ത ടോപ്പിക്കാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം. കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയാണ്. ഇന്ത്യയിലൊരു പരമ്പരാഗത കൃഷി രീതി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ആ നാടിന്, ആ ഗ്രാമത്തിന് എന്താണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. എന്നാൽ ബ്രിട്ടീഷ് ഭരണം വന്നപ്പോഴോ അവർ മാർക്കറ്റിനനുസരിച്ച് കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഗ്രാമത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യത്തിന് പകരം മാർക്കറ്റിന് എന്താണോ ആവശ്യം അത് ചെയ്യാൻ അവർ നിർബന്ധിതരായി.
ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകളാണ് വൻതോതിൽ ബ്രിട്ടീഷുകാർ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിതരായി ചെയ്യിച്ചതാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഗ്രാമത്തിലെ കർഷകർ അവരുടെ വീടിൻ്റെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും നാടിൻ്റെയും അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടി ആയിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. സാധാരണയായി അത് പറയുമ്പോൾ ഭക്ഷ്യവിളകളായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരെ ആ വിളകൾക്ക് പകരം മാർക്കറ്റ് ലക്ഷ്യമാക്കി, കമ്പോളം ലക്ഷ്യമാക്കി നാണ്യവിളകൾ ചെയ്യാൻ നിർബന്ധിച്ചു. അങ്ങനെ ഭക്ഷ്യവിളകൾക്ക് പകരം ധാന്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി. അങ്ങനെ ഈ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യിപ്പിച്ച ഈ മാറ്റത്തെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലാണ്. മാത്രമല്ല, നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണം. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. അപ്പോൾ ഈ 3 നികുതി വ്യവസ്ഥയിലൂടെ ദ്രോഹിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ കർഷകരും ഈ നാണ്യവിളകൾ ചെയ്യാൻ നിർബന്ധിതരായി. കാരണം പണമായി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ പൈസയും കിട്ടുന്ന ഈ നാണ്യവിളകളിലേക്ക് ഭക്ഷ്യവിളകൾ ഉപേക്ഷിച്ച് കർഷകർ തിരിയേണ്ടി വന്നു. കർഷകരെ അങ്ങനത്തെ ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് ഇവർ മാറ്റി. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അപ്പോൾ യൂറോപ്പിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു വിപണിയിൽ നല്ല വില ലഭിച്ചത്. അപ്പോൾ അത് ചെയ്യാനാണ് കർഷകർ നിർബന്ധിതരായത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത നാണ്യവിളകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അന്ന് വ്യാപകമായി കൃഷി ചെയ്ത നാണ്യവിളകളും എവിടെയൊക്കെയാണ് അത് കൃഷി ചെയ്തതും എന്നാണ് നമ്മൾ ഈ പട്ടികയിൽ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പട്ടികയിൽ വന്നതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് പ്രത്യേകം വെക്കുക. ചിലപ്പോൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് വന്നാൽ ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ വിളകൾ നീലം എവിടെയൊക്കെ കൃഷി ചെയ്തത്? ബംഗാളിലും ബീഹാറിലും. പരുത്തിയാണെങ്കിലോ മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പാണെങ്കിൽ ഉത്തർപ്രദേശ്. തേയിലയാണെങ്കിൽ ആസാം, കേരളം. ചണമാണെങ്കിൽ ബംഗാൾ. ഗോതമ്പാണെങ്കിൽ പഞ്ചാബ്. ചുമൻ്റെ തൊണ്ടൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്, തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമോ ഇതുപോലെ ചുമൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ നീലം ബംഗാളിലും ബീഹാറിലും, പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്, കരിമ്പ് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അല്ലെങ്കിൽ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. തേയില ആസാമിലും കേരളത്തിലും. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണം ബംഗാളിലും ഗോതമ്പ് പഞ്ചാബിലും. അപ്പോൾ ചണക്കൃഷി ബംഗാളിലും ഗോതമ്പ് കൃഷി പഞ്ചാബിലും. പഞ്ചാബിൽ ഇപ്പോഴും ഗോതമ്പ് കൃഷി തന്നെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു യൂറോപ്പിന് ആയിട്ടുള്ള നാണ്യവിളകൾ ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. ഇനിയാണ് നീലം കർഷകരുടെ കലാപം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നീലം എന്ന് പറഞ്ഞാൽ തുണികൾക്ക് നിറം നൽകാൻ ഉപയോഗിച്ചിരുന്ന വസ്തുവാണ്. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഉജാലയൊക്കെ. അപ്പോൾ നീലം കർഷകരുടെ കലാപം എന്താണെന്ന് നോക്കാം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. ഈ 2 പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ
ഇന്നത്തെ പോലെ കൃത്രിമ ചായക്കൂട്ടുകളൊന്നും അന്ന് ഇല്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ്, ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ 18-ാം നൂറ്റാണ്ടാണ്. 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവം. അപ്പോൾ വ്യവസായ വിപ്ലവം നടന്ന നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടാണ്. ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം നടന്ന നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടാണ്. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. അപ്പോൾ നീലത്തിന് ഡിമാൻഡ് കൂടിയപ്പോൾ ഇന്ത്യയിൽ നീലം കൃഷി നല്ലോണം ചെയ്യിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർക്ക് മുൻകൂറായി പൈസ കൊടുത്ത് തന്നെ അവരെ കൊണ്ട് നിർബന്ധിതമായിട്ട് നീലം കൃഷി ചെയ്യിച്ചു. ഉയർന്ന ഭൂനികുതി അടക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. അപ്പോൾ നികുതി അടക്കാൻ തന്നെ കഷ്ടപ്പെട്ടിരുന്ന കർഷകരോടാണ് മുൻകൂറായി പണം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ പല കർഷകരും ആ കെണിയിൽ വീണു, കാരണം നിവർത്തികേട് കൊണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് നീലം കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. അപ്പോൾ ഈ മുൻകൂറായി പൈസ കിട്ടുന്ന ഓരോ കർഷകനും നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണം എന്നുള്ള നിർബന്ധമായി. ആ ഭാഗം ഏതാണ്? ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്ത് തന്നെ നീലം കൃഷി ചെയ്യണം എന്നുള്ളതായി. അതോടെ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. ഈ വിളവെടുപ്പ് കാലത്താണെങ്കിലോ ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം കുറഞ്ഞ വില മാത്രമേ നീലത്തിന് നൽകിയുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി. അപ്പോൾ പിന്നീട് കൃത്രിമ ചായങ്ങൾ കണ്ടെത്തിയോടുകൂടി തുണികൾക്ക് നിറം നൽകാൻ നീലത്തിൻ്റെ ആവശ്യം ഇല്ലാതായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകരുടെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. ഇതോടെ ഈ കർഷകരാണ് ആകെ ദുരിതത്തിലായി. എന്ത് പറഞ്ഞാലും എങ്ങനെ വന്നാലും അവസാനം ദുരിതത്തിലാവുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട കർഷകർ തന്നെയാണ്. അപ്പോൾ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകർ ദുരിതത്തിലായി. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരുടെ പിന്തുടർച്ചയെയും അവർക്കു വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അപ്പോൾ 1859 ബംഗാളിലാണ് നീലം കർഷക കലാപം നടന്നത്. അപ്പോൾ കർഷകരൊക്കെ സംഘടിപ്പിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അമ്പും വില്ലും വാളും കുന്തം കൊണ്ട് നീലം ഫാക്ടറികളൊക്കെ ആക്രമിച്ചു. സ്ത്രീകളടക്കം നിരവധി സ്ത്രീകൾ കലാപത്തിൽ പങ്കാളികളായി. അങ്ങനെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയൊക്കെ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ കൽക്കത്തയിലെ നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തിക്കൊണ്ട് കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ അത് വലിയൊരു വിഷയമായപ്പോൾ ബ്രിട്ടീഷുകാർ ഇടപെട്ട് കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ നീലം കൃഷി ലാഭകരമല്ലാത്തതുകൊണ്ട് നീലം കൃഷി നിർത്തണമെന്നുള്ള നിർദ്ദേശം കമ്മീഷൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് 1859 നീലം കർഷക കലാപം
ഇംഗ്ലണ്ടിൽ വിപ്ലവം ഉണ്ടായത് 18-ാം നൂറ്റാണ്ടിൽ. പിന്നെ ഈ കലാപം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഒക്കെ ബ്രിട്ടീഷ് ചൂഷണത്തിൻ്റെ ഭാഗമാണ്. ഇനി ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. നീലം കൃഷിയുടെ വിളവെടുപ്പാണ് അന്നത്തെ ചിത്രം കൊടുത്തിട്ടുള്ളത്. അതേപോലെ നീലം ഫാക്ടറിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നീലം ശേഖരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത്രയാണ് അപ്പോൾ നീലം കർഷക കലാപത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെ ഭൂവുടമകളായാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഭൂവുടമകളായ ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയന്മാരായ തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുള്ള ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് മാപ്പിള കലാപം നമ്മൾ മുൻ അധ്യായത്തിൽ പഠിച്ചതാണ്. ബ്രിട്ടീഷുകാരുടെയും അതേപോലെ ഭൂപ്രഭുക്കന്മാരുടെയും ചൂഷണത്തിനെതിരെയും അതേപോലെ പിന്നെ ദ്രോഹ നടപടികളുടെയും അതേപോലെ കുടിയൊഴിപ്പിക്കലിനുമെതിരൊക്കെ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാർ നടത്തിയ കലാപമാണ് മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപം. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഏകദേശം 22 കലാപങ്ങളാണ് മലബാറിൽ ഉണ്ടായത്. പക്ഷെ നമുക്കറിയുന്നത് ആകെ ഒരു കലാപം 1921 ഖിലാഫത്തുമായി ബന്ധപ്പെട്ട മലബാർ കലാപമാണ്. പക്ഷെ അതല്ലാതെ തന്നെ ഏകദേശം 22ഓളം കലാപങ്ങൾ മലബാറിൻ്റെ അങ്ങോളം ഇങ്ങോളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. മലബാർ കലാപം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു കർഷക കലാപം തന്നെയാണ്. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം സേനയെ രൂപീകരിച്ചു. അപ്പോൾ മലബാർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച സേനാ വിഭാഗമാണ് MSP അല്ലെങ്കിൽ മലബാർ സ്പെഷ്യൽ പോലീസ്. ഇന്നും മലപ്പുറത്ത് പോകുന്നവർക്കറിയാം ആ സ്ഥാനം അവിടെ ഉണ്ട്. ഇന്നും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് സ്ഥാപിച്ചത് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. എന്നാൽ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ആദ്യത്തെ കമ്മീഷൻ ഏതാണ്? 1852 വന്ന TL സ്ട്രേഞ്ച് കമ്മീഷനാണ് ആദ്യത്തെ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ സ്പെഷ്യൽ കമ്മീഷനാണ്. 1857 വില്യം ലോഗൻ കമ്മീഷൻ വന്നത്. 1852 വന്ന വില്യം ലോഗൻ്റെ വർഷം ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. 1852 വന്ന TL സ്ട്രേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന ആദ്യത്തെ കമ്മീഷൻ. പിന്നെ വില്യം ലോഗൻ കമ്മീഷനാണ് യഥാർത്ഥ കാരണത്തെപ്പറ്റി കറക്റ്റായിട്ട് റിപ്പോർട്ട് നൽകിയത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്നത് ചൂണ്ടിക്കാണിച്ചത് വില്യം ലോഗൻ കമ്മീഷനാണ്. അപ്പോൾ വില്യം ലോഗൻ കമ്മീഷനാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കണ്ടെത്തിയത്. TL സ്ട്രേഞ്ച് കമ്മീഷൻ പറഞ്ഞത് അതൊരു ഹിന്ദു മുസ്ലിം കലാപമാണ് അല്ലെങ്കിൽ മുസ്ലിം ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ ആവിഷ്കരിച്ചത്. വില്യം ലോഗനാണ് അതിൻ്റെ കറക്റ്റ് കാരണം കണ്ടെത്തിയത്. ഇനി നമ്മൾ വിട്ടുപോയതല്ല, ഇവിടെ ഒരു കോളമുണ്ട്, അതിലെന്താണെന്ന് നോക്കാം. മാപ്പിള കലാപകാലത്ത് അഥവാ മലബാർ കലാപകാലത്ത്
അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. അപ്പോൾ മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആര് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മാപ്പിള കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആര് എന്ന് ചോദിച്ചാൽ HV കനോലിയാണ്. HV കനോലിയാണ്. വർഷം 1855. 1855 HV കനോലി കൊല്ലപ്പെട്ടത്. വർഷം 1855. മാപ്പിള കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റാണ് HV കനോലി. വർഷം 1855. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു TL സ്റ്റേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന ആദ്യത്തെ കമ്മീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു മലബാർ കലാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാപ്പിള കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ആദ്യത്തെ കമ്മീഷനാണ് TL സ്റ്റേഞ്ച് കമ്മീഷൻ. വർഷം 1852. അതുപോലെ അതുമായി ബന്ധപ്പെട്ട അടുത്ത പോയിൻ്റാണ് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് HV കനോലി. 1855 അദ്ദേഹം കൊല്ലപ്പെട്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു കറക്റ്റ് ഇതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് മലബാർ കലാപത്തിന് കാരണം എന്ന് കറക്റ്റ് പറഞ്ഞത് വില്യം ലോഗനാണ്. വില്യം ലോഗൻ കമ്മീഷൻ വന്നത് 1881. വില്യം ലോഗൻ കമ്മീഷൻ 1881. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക്കാണ് കാടുകൾ കലാപ ഭൂമിയാകുന്നു. കാടുകൾ കലാപ ഭൂമിയാകുന്നു. അത് നമുക്കിവിടെ ഒരു ചിത്രമുണ്ട്, അത് നോക്കാം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സ്റ്റാമ്പിൻ്റെ ഒരു ഫോട്ടോമാണ്. അപ്പോൾ സാന്താൾ കലാപത്തിൽ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. സ്റ്റാമ്പ് ഇറക്കിയ വർഷം 2002. ഇപ്പോൾ 2002 സാന്താൾ കലാപത്തെ ആദരിച്ചു കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് ഇറക്കിയത്. ഈ കാടുകൾ കലാപഭൂമിയാകുന്നു എന്നുള്ള അതിലേക്ക് നോക്കാം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്രജനതയായിരുന്നു സാന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച് പോന്നവർ. അപ്പോൾ സാന്താൾ കലാപം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിലാണ് സാന്താൾ കലാപം നടന്നത്. അത് ബംഗാൾ പ്രവിശ്യയിലാണ് ഈ രാജ്മഹൽ കുന്നുകൾ വരുന്നത്. അപ്പോൾ ഇനി രാജ്മഹൽ കുന്നുകൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ ബംഗാൾ പ്രവിശ്യ എന്നാണെങ്കിൽ ബംഗാൾ പ്രവിശ്യ കൊടുത്താൽ മതി. ഇനി അതല്ല ഓപ്ഷനിൽ ജാർഖണ്ഡ് എന്ന് മാത്രമാണ്, ബാക്കിയുള്ളത് വേറെ സംസ്ഥാനങ്ങളതാണെങ്കിൽ ജാർഖണ്ഡ് കൊടുക്കാം. ബീഹാർ എന്ന് കൊടുക്കാം മാത്രമാണെങ്കിൽ ബീഹാർ എന്നും കൊടുക്കാം. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ ഈ മൂന്നും കൂടിയതാണ് ബംഗാൾ പ്രവിശ്യ എന്ന് പറയുന്നത്. അവിടെയാണ് രാജ്മഹൽ കുന്നുകൾ ഉള്ളത്. അതിൻ്റെ താഴ്വരകളിൽ ജീവിച്ചിരുന്നവരാണ് സാന്താൾമാർ. അപ്പോൾ ഈ 3 സ്റ്റേറ്റും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുക. ചിലപ്പോൾ ഓപ്ഷനിൽ ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ് തരും. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചത് അല്ലെങ്കിൽ റാഞ്ചി, ജാർഖണ്ഡ് എന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ ബംഗാളാണ്. ഇപ്പോൾ ഇത് ചോദ്യം തെറ്റാണ്, ഡിലീറ്റ് ആവും എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ അനുബന്ധമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മളെ യുക്തിപരമായി ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ സാന്താൾമാർ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകൾ. ബംഗാൾ പ്രവിശ്യ ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നോക്കിയാൽ മതി. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. സാന്താൾമാരെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതം താളം നഷ്ടപ്പെട്ടു. അപ്പോൾ എവിടെയൊക്കെ ബ്രിട്ടീഷ് ആധിപത്യം
സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അവിടുത്തെ ജനങ്ങൾ ജീവിതം ദുരിതത്തിൽ ആയിട്ടുണ്ട്. ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും സാന്താൾമാരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിനു വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായി പോരാട്ടവേദിയായി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെയും കൊള്ളപ്പലിശക്കാർക്കെതിരെയും രാജ്മഹൽ കുന്നുകളിലെ സാന്താൾമാർ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അതിന് നേതൃത്വം നൽകിയത് സിദ്ധു, കാനു. ഇത് നമ്മൾ മുൻ ചാപ്റ്ററിലും പഠിച്ച കാര്യമാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്തുള്ളൂ. എത്ര റിപ്പീറ്റ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ്. അതിന് കണക്കൊന്നുമില്ല. ഒരു തവണ റിപ്പീറ്റ് ചെയ്തു, 2 തവണ റിപ്പീറ്റ് ചെയ്തു എന്നൊന്നും വിചാരിക്കേണ്ട. 10, 50, 100 നിങ്ങൾക്ക് എത്ര കഴിയും അത്ര തവണ ഓരോ ടോപ്പിക്കും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ ഗുണം പരീക്ഷ എഴുതുമ്പോൾ കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഇവർ ഒന്ന് പോരാടിയപ്പോൾ ബ്രിട്ടീഷുകാരൊന്ന് പകച്ചു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു. നമ്മൾ മുൻ ചാപ്റ്ററിൽ പറഞ്ഞ ഏകദേശം 15,000-ഓളം സാന്താളുകളാണ് അതിൽ കൊല്ലപ്പെട്ടത് എന്ന്. സാന്താൾ കലാപം നടന്ന വർഷം 1855 ശരിക്കും 1855-56 കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നത്. ഈ 1855 നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഭവമായി കണക്ട് ചെയ്ത് വെക്കാം. മലബാർ മജിസ്ട്രേറ്റ് ആയിരുന്ന HV കനോലി കൊല്ലപ്പെട്ട വർഷമാണ് 1855. മാപ്പിള ലേലക്കാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അപ്പോൾ ആ വർഷം തന്നെയാണ് സാന്താൾ കലാപവും ആരംഭിച്ചത്. രണ്ടും ഒരേ വർഷമാണ്, അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ 1855-86. ഇനി സാന്താൾ കലാപത്തിൻ്റെ വർഷം മാത്രമാണെങ്കിൽ 1855. 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. ഇത് നമ്മൾ മുൻ ചാപ്റ്ററിലൊക്കെ പറഞ്ഞതാണ്. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പൂനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. അപ്പോൾ വനവിഭവങ്ങൾ ശേഖരിക്കലും കന്നുകാലി വളർത്തലും പൂനം കൃഷിയും വേട്ടയാടലുമായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനങ്ങളായി പ്രഖ്യാപിച്ചത്. ഇതൊക്കെ ജസ്റ്റ് അങ്ങനെ വായിച്ചു പോകാനുള്ളൂ. ഇനി ഇവിടെ കണ്ടോ സാന്താൾ ഗ്രാമം ചിത്രകാരൻ്റെ ഭാവനയിൽ നിന്ന് പറഞ്ഞാണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അവർ അതിൻ്റെ താഴ്വരയിലാണ്, കുന്നിൻ്റെ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരകളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ താഴ്വരയൊക്കെ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രകാരൻ്റെ ഭാവനയിൽ കൊടുത്തതാണ്. ഇവർ ചില പ്രത്യേക മരങ്ങളുള്ള കാടുകൾ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇനി ആ വനങ്ങൾ എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത്. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. അപ്പോൾ വെറുതെ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചിട്ട് ഇവർക്ക് ആവശ്യമുള്ള മരങ്ങളൊക്കെ ഇവർ അതിൽ നിന്ന് മുറിച്ച് കടത്തി. എന്തിനൊക്കെയായിരുന്നു? കപ്പൽ നിർമ്മാണത്തിനും റെയിൽപാത നിർമ്മാണത്തിനുമായിരുന്നു അവർ മരങ്ങൾ മുറിച്ചിരുന്നത്. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. അതേപോലെ തോട്ടം വ്യവസായങ്ങൾ, ചായത്തോട്ടങ്ങൾ അങ്ങനെയുള്ള വ്യവസായങ്ങൾ അതിനു വേണ്ടിയിട്ടും വ്യവസായങ്ങൾ ചെയ്യാനും വനങ്ങൾ നശിപ്പിച്ചു. ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ആ പാവപ്പെട്ട ഗോത്ര വിഭാഗക്കാർ കഷ്ടപ്പെട്ട് കാടുകളിൽ പോയി ശേഖരിച്ചിരുന്ന വനവിഭവങ്ങൾക്ക് മേൽ ഉയർന്ന നികുതിയും ചുമത്തി. ഇത്തരം സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്.
നിവർത്തി കെട്ടിട്ടാണ് അവരും സമരത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ സാന്താൾമാരുടെ നമ്മൾ പറഞ്ഞു, കൊള്ളപ്പലിശക്കാരുടെയും ബ്രിട്ടീഷ് ചൂഷണത്തിനുമെതിരെ സിദ്ധു കാനു എന്നിവരുടെ നേതൃത്വത്തിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ നടന്ന കലാപമാണ് സാന്താൾ കലാപം. ബംഗാൾ പ്രവിശ്യ എന്ന് പറയുമ്പോൾ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് ബംഗാൾ പ്രവിശ്യ. ഇനി കുറിച്യ കലാപം. അപ്പോൾ ഗോത്ര കലാപങ്ങളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിലും ഗോത്ര കലാപം നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കുറിച്യ കലാപം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായി നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പോൾ കുറിച്യ കലാപം നടന്ന സ്ഥലം വയനാടാണ്. പിന്നെ കുറിച്യ കലാപത്തിൽ കുറിച്യർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു ഗോത്രക്കാരാണ് കുറുമ്പർ. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. ഇത്രയും ബേസ് ഫാക്റ്റുകൾ ഓർത്തിരിക്കുക, എന്നിട്ട് നമുക്കിത് വായിക്കാം. അപ്പോൾ 1812 കുറിച്യ കലാപം. വയനാട്ടിൽ കുറിച്യ കലാപം നടന്നത് വയനാട്ടിലാണ്. അതിൽ പങ്കെടുത്ത മറ്റു ഗോത്ര വിഭാഗമാണ് കുറുമ്പർ. അതിൻ്റെ നേതാവ് രാമൻ നമ്പി. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായി നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. അപ്പോൾ കുറിച്യരും കുറുമ്പരും നോട്ട് ചെയ്ത് വെക്കുക. 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? അപ്പോൾ 1812 വർഷം. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? എല്ലാ കാരണത്തിലും പറയുന്ന പോലെ തന്നെ അമിതമായ നികുതി. ഇപ്പോൾ ബ്രിട്ടീഷുകാർ അമിതമായ നികുതി ചുമത്തിയത്. കുറിച്യർ കലാപത്തിൻ്റെ കാരണങ്ങൾ: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്. അപ്പോൾ അധികമായി നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പോൾ അമിതമായ നികുതി, അതേപോലെ നികുതി പണമായിട്ട് അടക്കാൻ നിർബന്ധിച്ചു, നികുതി അടക്കാൻ കഴിയാത്തവരുടെ ഭൂമിയോ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഈ 3 കാരണങ്ങളാണ് കുറിച്യ കലാപത്തിന് കാരണമായത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. നമ്മൾ പറഞ്ഞു, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. അപ്പോൾ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി. അപ്പോൾ കുറിച്യ കലാപം, പഴശ്ശി കലാപമൊക്കെ അടിച്ചമർത്തിയത് തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബേബറാണ്. TH ബേബറായിരുന്നു പഴശ്ശി കലാപമാണെങ്കിലും കുറിച്യ കലാപമാണെങ്കിലും അടിച്ചമർത്തിയത്. ഇനി കുറിച്യ കലാപം അടിച്ചമർത്തിയ വർഷം ഏതാണ്? 1812 തന്നെയാണ്. മെയ് മാസം 8-ാം തീയതിയാണ്. മെയ് 8-നായിരുന്നു കുറിച്യ കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ മെയ് 8 എന്നുള്ളത് എങ്ങനെ കണക്ട് ചെയ്യാം? മെനകെട്ട്, കുറിച്യന്മാരെ കൊണ്ട് മെനകെട്ടിട്ടാണ് ആ കലാപം അടിച്ചമർത്തിയത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മെനകെട്ട് മെയ് 8. അപ്പോൾ വർഷം സെയിം തന്നെയാണ്, 1812. ഇനി കുറിച്യ കലാപത്തിനെ കുറിച്ച് TH ബേബർ, തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബേബർ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കുറിച്യ കലാപമൊക്കെ ഒരുപാട് വന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. രാമൻ നമ്പി, കുറിച്യ കലാപം നടന്ന വർഷം, കുറിച്യ കലാപം നടന്ന സ്ഥലം, പിന്നെ TH ബേബർ അടിച്ചമർത്തിയത് ആരാന്നുള്ളത്, പിന്നെ ഇതൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കടന്നു പോയിട്ടില്ല. അപ്പോൾ TH ബേബറിൻ്റെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അപ്പോൾ 1 മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. TH ബേബർ, തലശ്ശേരി സബ് കളക്ടറായ TH ബേബറാണ് കുറിച്യ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
അപ്പോൾ ഇനി കുറിച്ച സാന്താൾ കലാപങ്ങൾ നടന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടാണ്. 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ് കുറിച്ച സാന്താൾ കലാപങ്ങൾ. അപ്പോൾ കുറിച്ച സാന്താൾ കലാപങ്ങൾ നടന്ന നൂറ്റാണ്ട് ഏതാണ് ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ടാണ്. 19-ാം നൂറ്റാണ്ടിലാണ് കുറിച്ച സാന്താൾ കലാപങ്ങൾ നടന്നത്. 19-ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കുറിച്യ സാന്താൾ കലാപങ്ങൾക്ക് പുറമെ 19-ാം നൂറ്റാണ്ടിൽ വേറെയും ഗോത്ര കലാപങ്ങൾ നടന്നു. അവ ഏതൊക്കെയാണ്? പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ബീൽ കലാപം, മുണ്ട കലാപം. മുണ്ട കലാപം നടന്നത് എവിടെയാണ്? ജാർഖണ്ഡ് അഥവാ റാഞ്ചിയിലാണ്. ബീൽ കലാപം മറാത്തയിലാണ്. മറാത്തയിലെ ബീൽ കലാപം. പഹാരിയ കലാപവും റാഞ്ചി തന്നെയാണ്, രാജ്മഹൽ കുന്നിൽ തന്നെയാണ് പഹാരിയ കലാപവും. കോളുകൾ കലാപം നടത്തിയത് എവിടെയാണ്? കോളുകൾ കലാപം നടത്തിയതും രാജ്മഹൽ കുന്നിലാണ്. കോളുകൾ കലാപം നടത്തിയത് എവിടെയാണ്? കോളുകൾ കലാപം നടത്തിയത് ബീലുകൾ മറാത്തയിൽ കലാപം നടത്തി. മുണ്ട കലാപം ജാർഖണ്ഡ് എന്ന് പറയാം, റാഞ്ചി എന്ന് പറയാം. എവിടെയാണെങ്കിലും മുണ്ട കലാപം, രണ്ട് സ്ഥലവും കുഴപ്പമില്ല. അതേപോലെ പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം ഇവ നടന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഗോത്ര കലാപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവ നടന്ന സ്ഥലങ്ങൾ ഏതാണ് ഒന്ന് കമൻറ്റ് ചെയ്യും. 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ് സാന്താൾ കുറിച്യ കലാപങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കി അതേ നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നടന്ന കലാപങ്ങളാണ് പഹാരിയ കലാപം. പഹാരിയ കലാപം നടന്നത് എവിടെയാണ്? ഛോട്ടാ നാഗ്പൂരിലാണ് പഹാരിയ കലാപവും മുണ്ട കലാപവും നടന്നത്. കോളും ഇതിൽ പഹാരിയ കലാപം, കോൾ കലാപം, മുണ്ട കലാപം ഈ 3 കലാപങ്ങളും നടന്നത് ഛോട്ടാ നാഗ്പൂരിലാണ്. ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര കലാപങ്ങളാണ് മുണ്ട, പഹാരിയ, കോൾ എന്നിവ ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര കലാപമാണ്. ബീൽ കലാപം എവിടെയാണ്? മറാത്തയിലെ ബീൽ കലാപം. ഖാസി കലാപോ മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ് ഖാസി കലാപം. ഖാസി കലാപം നടന്നത് മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ്. മുണ്ട, പഹാരിയ, കോൾ എന്നീ കലാപങ്ങൾ നടന്നത് ഛോട്ടാ നാഗ്പൂരിലാണ്. സാന്താൾ കലാപം രാജ്മഹൽ കുന്നിലാണ്. കുറിച്യ കലാപം വയനാട്ടിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിച്ച കാര്യങ്ങളാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ മുണ്ട, പഹാരിയ, കോൾ എന്നിവർ ഛോട്ടാ നാഗ്പൂരിൽ, ഖാസി കലാപം മേഘാലയയിലെ ഖാസി കുന്നുകൾ, ബീലുകൾ മറാത്തയിൽ, കോലികൾ അഹമ്മദ് നഗറിൽ കോലികളും കലാപം നയിച്ച ഗോത്ര വിഭാഗമാണ്. കോളുകളാണെങ്കിൽ ഛോട്ടാ നാഗ്പൂർ, കോലികളാണെങ്കിൽ അഹമ്മദ് നഗർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗോത്ര കലാപത്തെക്കുറിച്ചുള്ള പറയാനുള്ളത്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ: കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത്. അപ്പോൾ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് എന്താണ് പറഞ്ഞത്? കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും
തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. അപ്പോൾ ചരിത്രകാരനായ സുരേഷ് സിംഗിൻ്റെ വാക്കുകൾ.